അകിടുവീക്കം. മഴക്കാലത്ത് ശ്രദ്ധ വേണം. സൂക്ഷ്മാണുക്കൾ മൂലമുണ്ടാകുന്ന അണുബാധകൾ അല്ലെങ്കിൽ സസ്തനഗ്രന്ഥിയിലെ ശാരീരികമായ ആഘാതം എന്നിവ കാരണം അകിടിലെ കോശത്തിൽ സംഭവിക്കുന്ന പ്രതികരണം കാണിക്കുന്ന ഒരു അവസ്ഥയാണ് അകിടുവീക്കം അഥവാ മാസ്റ്റൈറ്റിസ്. ഫലപ്രദമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഇത് മാരകമായേക്കാം. ലോകമാകെയുള്ള കന്നുകാലികളിൽ ഏറ്റവും സാധാരണമായതും ക്ഷീരവ്യവസായത്തിന് ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കുന്നതുമായ രോഗമാണിത്. കാരണങ്ങൾ: അകിടുവീക്കത്തിന് കാരണമാകുന്ന സൂക്ഷ്മാണുക്കളുടെ ഒരു വലിയ കൂട്ടമുണ്ട്. വൈറസ്, മൈക്കോപ്ലാസ്മ, ഫംഗസ്, ബാക്ടീരിയ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വൃത്തിഹീനമായ ചുറ്റുപാടുകളിലും മൃഗങ്ങളുടെ രോഗപ്രതിരോധ ശക്തി കുറയുമ്പോഴും അശാസ്ത്രീയമായ പരിപാലന മുറകളാലും അകിടിൽ ഉണ്ടാകുന്ന ക്ഷതം എന്നിവയും ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നു. അണുക്കൾ മുലക്കണ്ണിൽ കൂടിയും മുറിവുകൾ വഴിയും അകിടിൽ പ്രവേശിക്കുകയും കോശങ്ങളിലും പാൽ ഉൽപാദന ഗ്രന്ഥികളിലും പ്രവേശിച്ച് ഇവയെ നശിപ്പിക്കുകയും രോഗാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പ്രതിരോധ മാർഗങ്ങൾ: 1. അകിടിലുണ്ടാകുന്ന എത്ര നിസ്സാരമായ മുറിവുകളും വ്രണങ്ങളും മരുന്നുവെച്ച് ഭേദമാക്കണം. 2. കറവക്കാരൻ നഖം മുറിച്ച് വൃത്തിയാക്കിയിരിക്കണം. രോഗിയായിരിക്കരുത്. പ്രത്യേകിച്ച് ക്ഷയം പോലുള്ള ശ്വാസകോശ രോഗങ്ങൾ ബാധിച്ചയാളാകരുത്. 3. തൊഴുത്തും പരിസരവും അണുനാശിനി ഉപയോഗിച്ച് ദിവസവും കഴുകണം. 4. അകിടിൽ കാണുന്ന രോമങ്ങൾ നീക്കം ചെയ്യണം. അല്ലെങ്കിൽ അണുക്കൾ ഇവയിൽ പറ്റിപ്പിടിച്ച് ഗ്രന്ഥികളെ നശിപ്പിക്കാൻ കാരണമാകും. 5. കറവയ്ക്ക് ശേഷം പശുവിനെ കിടക്കാൻ അനുവദിക്കരുത്. ഭക്ഷണം നൽകി അരമണിക്കൂറെങ്കിലും നിർത്തണം. ഇതുകൊണ്ട് മുലക്കണ്ണും ഇതിലേക്കുള്ള വഴിയും, അതായത് ടീറ്റ് കനാൽ, അടഞ്ഞിരിക്കാൻ സഹായിക്കുന്നു. 6. കറവയ്ക്കു മുമ്പ് അകിട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പോലുള്ള ഏതെങ്കിലും വീര്യം കുറഞ്ഞ അണുനാശിനി ഉപയോഗിച്ച് കഴുകിയ ശേഷം വീണ്ടും ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക. പിന്നീട് വൃത്തിയുള്ള തുണി കൊണ്ട് വെള്ളം ഒപ്പിയെടുക്കണം. 7. രോഗാണുക്കൾ കലർന്ന പാൽ അലക്ഷ്യമായി കറന്നു കളയരുത്. അതിൽ അണുനാശിനി ഒഴിച്ച് ദൂരെ കളയണം. 8. കറവയന്ത്രം ഉപയോഗിക്കുമ്പോൾ ഇവ അണുമുക്തമാക്കിയിട്ടു വേണം മറ്റൊരു പശുവിനെ കറക്കാൻ. 9. ആവശ്യത്തിന് കാറ്റും വെളിച്ചവും കടക്കത്തക്ക വിധത്തിൽ തൊഴുത്തു നിർമ്മിക്കണം. മൂത്രം ഒഴുകിപ്പോകാൻ സൗകര്യം വേണം. തറയിൽ ഈർപ്പം ഉണ്ടാകരുത്. 10. ചാണകം എടുത്തുമാറ്റാൻ സൗകര്യപ്രദമായ രീതിയിൽ നിലം നിർമ്മിക്കണം. ദിവസവും തൊഴുത്ത് ശുചിയാക്കണം. 11. കറവയ്ക്ക് ശേഷം 1 കപ്പ് വെള്ളത്തിൽ 5-8 തുള്ളി പിറ്റാഡിൻ അഥവാ പോവിഡോൺ അയഡിൻ ചേർത്ത ലായനിയിൽ മുലക്കാമ്പുകൾ 1-2 മിനിറ്റ് മുക്കുന്നത് മുലക്കാമ്പിലൂടെയുള്ള രോഗാണു സങ്കലനത്തെ നിയന്ത്രിക്കും. ഇതാണ് ടീറ്റ് ഡിപ്പിംഗ്. ലക്ഷണങ്ങൾ പലതരം. 1. പെർ അക്യൂട്ട്: അകിടിൽ ഉണ്ടാകുന്ന നീര്, വേദന, ചൂട് അനുഭവപ്പെടുക, സാധാരണയല്ലാത്ത ദ്രാവകം അകിടിൽ നിന്ന് വരുക, പനി, തീറ്റ കഴിക്കാതിരിക്കുക, ക്ഷീണം, കൂനിയിരിക്കുക. 2. അക്യൂട്ട്: പെർ അക്യൂട്ടിലേതിനേക്കാൾ കുറച്ചുകൂടി മിതമായിരിക്കും ഭക്ഷണത്തിലും ക്ഷീണത്തിലും, എങ്കിലും അകിടിലെ നീരും വേദനയും കാഠിന്യമുള്ളതായിരിക്കും. 3. സബ് അക്യൂട്ട്: പനി, ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നിവ കൂടുതലായി കാണാറില്ല, എങ്കിലും പാലിന്റെ നിറം ചെറുതായി മാറിയതായി കാണാം. 4. സബ് ക്ലിനിക്കൽ: അകിടിലും പാലിലും ശരീരത്തിലും സാരമായ മാറ്റങ്ങൾ ഒന്നും കാണാറില്ല. കൂടാതെ പഴുപ്പുകൾ വന്ന് കോശങ്ങൾ അടർന്നു പോകുന്ന അക്യൂട്ട് ഗാംഗ്രിനസ് മാസ്റ്റൈറ്റിസ്, ചികിത്സ ലഭിക്കാതെ പഴകിയ ക്രോണിക് മാസ്റ്റൈറ്റിസ് എന്നിങ്ങനെയും കാണാം. അകിടിലോ പാലിലോ പ്രകടമായ മാറ്റങ്ങൾ കാണാതെയുള്ള സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് പോലും കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റിലൂടെ നിർണയിക്കാം. വിവരങ്ങൾക്ക് 9947452708. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ. താങ്ക്